അഞ്ജലിയും സൂര്യയും കൂടി രാത്രി ടെറസിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് മനു നിപ്പുണ്ട്. സൂര്യ അഞ്ജലിയെ ആശ്വസിപ്പിക്കുന്ന പോലെ അവളുടെ തോളിലെല്ലാം കൈവച്ചിട്ട് പറയും, നിന്റെ സങ്കടങ്ങൾ ഞാൻ ഏറ്റെടുക്കട്ടെ, എനിക്കറിയാവുന്ന പോലെ നിന്നെ ആർക്കും അറിയില്ല. ഇതെല്ലാം കേൾക്കുന്ന മനുവിന് നല്ല ദേഷ്യവും സങ്കടവും വരും. മിക്കപ്പോഴും ഇത്രയും കേട്ടിട്ട് മനു പോയി കാണും. അടുത്ത സീനിൽ അഞ്ജലി സൂര്യ നല്ല രീതിയിൽ തന്നെ വഴക്കും പറയുന്നുണ്ടാവും. അത് കേൾക്കാൻ വേണ്ടി മനു നിൽക്കുന്നുമില്ല. മനു റൂമിൽ ചെന്ന് കിടക്കും. അഞ്ജലി തിരികെ എത്തി അവൻ്റെ അടുത്ത് കിടക്കുമ്പം മനു ചോദിക്കുന്നുണ്ട്, ഈ രാത്രിയിൽ നീ പുറത്തു പോയത് എന്തിനാന്ന് പറഞ്ഞില്ല. അഞ്ജലി പറയുന്നുണ്ട്, പലരും നല്ല മനസ്സുള്ളവരൊന്നും അല്ല, അത് തിരിച്ചറിയാൻ ചിലപ്പോൾ വൈകിപ്പോവും. അവൾ ഉദ്ദേശിക്കുന്നത് സൂര്യയുടെ കാര്യമാണെങ്കിലും മനു ചിന്തിക്കും അത് മനുവിൻ്റെ കാര്യമാണ്. പ്രഭയും യാമിനിയും തമ്മിലൊരു സംസാരം ഉണ്ടാവുന്നുണ്ട്. യാമിനിക്ക് പ്രഭ അത്ര ഇഷ്ടപ്പെടാത്ത പോലെയാണ്. യാമിനി മൈഥിലിയോട് പറയുന്നുണ്ട്, അഞ്ജലിയെ എങ്ങനെയെങ്കിലും മനുവിൽ നിന്ന് അകറ്റണം, അഞ്ജലിയെ മനുവിന് വെറുപ്പാവണം. എന്തിനാ യാമിനി ഇങ്ങനൊരു പ്ലാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി സൂര്യ കിട്ടിയില്ലെങ്കിൽ പ്രകാശിനെ വിളയ്ക്കാൻ മൈഥിലിയോട് പറയുമോ എന്നുള്ള കാര്യം സംശയമാണ്. മനു അഞ്ജലിയോട് ഈ രീതിയിൽ പെരുമാറുന്നത് അഞ്ജലിക്ക് നല്ല സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പം മനു അഞ്ജലിയും തുറന്ന് സംസാരിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ. മനു എപ്പോഴും സൂര്യ അഞ്ജലിയോട് സംസാരിക്കുന്ന ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ. അഞ്ജലി സൂര്യയോട് സംസാരിക്കുന്നത് കേൾക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മിക്കപ്പോഴും നന്ദൻ തന്നെ ഇടപെട്ടായിരിക്കും ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത്.